ദ്വീപിൽ ഒരു മനുഷ്യൻ കുത്തിയിരിപ്പുണ്ട് വർഷങ്ങളായിട്ട്. ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാനേ ഉള്ളു ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട്, നമ്മുടെ രാഷ്ട്രീയം അറിയുന്നുണ്ട്, മതം അറിയുന്നുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും പുള്ളി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നതൊക്കെ അറിയുന്നുണ്ടായിരുന്നോ? സമയം വരുമ്പോഴേ അറിയുന്നുണ്ട്. ഈ ദ്വീപിൽ നമ്മൾ ശരീരത്തില് രോമൊക്കെ പൊന്തി അല്ലേ? കണ്ടോ, ശരീരത്തിൽ രോമം വരെ പൊന്തിയിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് എഴുന്നേറ്റുന്നല്ലോ. എന്റെ പൊന്നോ, ഇത് ഭയങ്കര സംഭവം കണ്ട. ഞാനൊരു വലിയ സംഭവം അല്ലേ? അപ്പൊ ഇതിന്റെ ഈ താമസം ഇവിടെ തന്നെയാണ് അല്ലേ? ഊണ് ഉറക്കമല്ലോ ഇവിടെ തന്നെ? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഊണും ഉറക്കും എല്ലാം ഇവിടെ തന്നെയല്ല, ഭൂമിയിൽ തന്നെയാണ്. തന്നെയാണ്. സുരേഷ് ഗോപി ജയിപ്പിച്ചത് അങ്ങല്ല, ഞാൻ തന്നെയാണ് അല്ലേ? സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ്. തൃശ്ശൂർ. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റമാണോ? ഒരു കുറ്റമില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലത് ഉപദേശിച്ച് ആർക്കും പിടിക്കില്ല. തൃശ്ശൂര്. കാരണം സുരേഷ് ഗോപി 2 പ്രാവശ്യം തോറ്റ് 2 പ്രാവശ്യം താമര വിരിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൈ നോക്കിയിട്ടാണ് ഞാൻ താമര വിരി എന്ന് പറഞ്ഞത്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. കാരണം സുരേഷ് ഗോപിയുടെ മനസ്സ് മനസ്സിലാക്കിയതിൻ്റെ ശേഷം, പഠിച്ചതിൻ്റെ ശേഷം നല്ലവനാണോ പൊട്ടവനാണോ എന്ന് അറിയാൻ വേണ്ടി, അതിനുവേണ്ടി വിളക്ക് വെച്ച് നേരെ സത്യമായിട്ട് തോന്നിയ കാരണം വിജയിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ തോറ്റുപോയിരുന്നോ? തീർച്ചയായിട്ടും. പ്രകടനമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ, അത് എന്റെ മറ്റടുത്ത 3ാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോണോആക്റ്റായി പറഞ്ഞു കൊടുത്തേച്ചാൽ മതി. തൃശ്ശൂർ ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ ഒന്നും പറയണ്ടല്ലോ, അത്രത്തോളം അമാനുഷിക കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത്. ഞാൻ പറയുന്നതല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമല്ലേ? തീർച്ചയായിട്ടും ഒറിജിനൽ. കാരണം ശംഖ് ചക്ര താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗതിയുടെ ജീവിതം മാറ്റിമറിച്ചത് അങ്ങാണോ? സത്യമല്ലേ? തീർച്ചയായിട്ടും. ജഗതിക്ക് ഇത്രയും വലിയ ആക്സിഡന്റ് ഉണ്ടാക്കിയത് സ്വാമിയാണ്. പശുവിന് വെള്ളം കൊടുത്ത്, 2ാമത്തെ പശുവിന് വെള്ളം കൊടുക്കുന്ന നേരത്ത് കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ നിന്ന് കാറ്റ് വന്നു, 3 പ്രാവശ്യം വലം വെച്ചു. ആ കാറ്റ് പിരിഞ്ഞു പോകും. 3 സെക്കൻഡുള്ളിൽ ടേ എന്നൊരു ശബ്ദം കേട്ട് ഞാൻ ഫസ്റ്റ് പോയി ഫോട്ടോ എടുത്താലും. നിനക്ക് പുള്ളി പറഞ്ഞ പോലെ മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇതുപോലെ ആർക്കും മനസ്സിലാവാത്ത ലോകത്തിലെ 3 പ്രബന്ധങ്ങളിലൊന്ന് പുള്ളിയുടെയാ. താനീ രാവണൻ, പക്ഷെ തലയ്ക്കതൊന്നും ഇല്ലെന്നേ ഉള്ളൂ. സ്വാമിയുടെ കൈ നിറച്ച് സംഭവം, ചില കൈ നിറച്ച് ഓരോരോ സംഭവങ്ങളുണ്ട്. താമരയുണ്ട്, പിന്നെ ശംഖുണ്ട്, ചക്രമുണ്ട്, യേശുവിന്റെ കുരിശും തൊട്ടിയും ഉണ്ട്. എന്ന് വേണ്ട സർവത്ര സാധനം കൈ കൊടുത്തേക്കുക. 2-3 അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. ഇതാണ് താമര. താമര കാണിച്ചേ. അപ്പൊ ഇത് സൂക്ഷിച്ച് നോക്കിയാലേ പറ്റും, എനിക്ക് കാണാൻ പറ്റും കേട്ടോ. താമര ഇവിടെ കാല് ചെറുപ്പത്തിൽ 5 വയസ്സിൽ പൊള്ളിയ കാരണം ഇവിടേക്ക് വളരാൻ പറ്റില്ല. അപ്പൊ ചെറുതായിട്ട് പോയി. താമര അത് കാലിൽ ശിവശൂലായിരുന്നു, അത് മാഞ്ഞ് വേറെ രൂപമായി. ഇത് ശിവശൂല. ശംഖ് ഇവിടെ, ഇത് ശംഖ്, പിന്നെ ചക്രം. ചക്രം ഇത് നിങ്ങൾ സൂക്ഷിച്ചോണ്ടോ, ഇനി അവസരം തരത്തില്ല. ഇപ്പൊ അടുത്ത സമയത്ത് മനസ്സിൽ തോന്നിച്ചായിരുന്നോ? ഇപ്പോ അടുത്ത സമയത്ത് തോന്നിയതാണ് ഈ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത്. മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യത കൂടുതലാണ്. ദിലീപ് എന്ന് പറയുന്നത് ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ഞാനും അവനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി, നരേന്ദ്രമോദി അല്ലാതെ ഇത് ഭഗവാനെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരിൽ ഒന്നാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ദേവേന്ദ്രനാണ്, ദേവേന്ദ്രന്റെ ജന്മമാണ് നരേന്ദ്രമോദി. മോഹൻലാലിന്റെ പടങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കും. അയാളുടെ പടം കുറച്ചൊന്ന് രക്ഷപ്പെടുത്തി ഒന്ന് പ്രവർത്തിക്കോ? മോഹൻലാലിനെ കുറച്ച് അഹങ്കാരം കൂടിയോ എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം. ആണ് ഈ ഭൂമി നടക്കുന്നത് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഞാൻ 5000 വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ട് തല്ലിക്കൊന്ന് കുരിശുമ തറച്ചാര വ്യക്തിയാണ് ഞാൻ.
അത് ഇതാണ് ഇതാണ് ശിവൻ താണ്ഡവ സ്റ്റൈലിങ്. ഇവിടെ തന്നെ ഇരിക്കും, ഒറ്റയ്ക്ക് പേടിയൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല. ഇതിപ്പോ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു കിടിലൻ ഐറ്റവുമായിട്ട് വീണ്ടും ഞാൻ എത്തും. അതുവരേക്കും സ്വാമി ഒരു ചാറ്റ് കൊടുത്ത് പിരി കൊടുത്തോ. ഞാൻ പോകുന്നു. ബൈ ബൈ.